ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക മപ്പാസ് വെക്കാം. തേങ്ങ മസാല, മുളക് പൊടിയൊക്കെ അരച്ചിട്ട് മപ്പാസ്. ബീൻസ് മെഴുക്കുവരട്ടി വെക്കാം. കുമ്പളങ്ങ, പപ്പായ, മോരുകറി വെക്കാം. അതിനുള്ള തേങ്ങയുണ്ട്. ഇത് മപ്പാസ്, ഇത് മോരുകറി, ഇത് ദോശ. ഇത് വെണ്ടയ്ക്ക മപ്പാസ്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇത് മോരുകറിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം. എല്ലാത്തിനും ആവശ്യത്തിന് ഉപ്പും ചേർത്തായിരിക്കും. മോരുകറിക്കുള്ള അരപ്പ് അരച്ചു. കുമ്പളങ്ങയും കപ്പളങ്ങയും ഒന്ന് ഉടച്ചെടുത്തിട്ട് അരപ്പ് ചേർക്കാം. ഒരു സ്മാഷ്. ഇതൊരു ചട്ടിക്കകത്തേക്ക് ആക്കിയിട്ട് അരപ്പ് ചേർത്തിട്ട് ചൂടാക്കി മോര് ചേർത്ത് കടുക് വറുത്ത് മോര് കറി. ചട്ടിയിലേക്കാക്കി അരപ്പിട്ട് മോരും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് പോരാത്ത ഉപ്പ് ചേർക്കാം. വെണ്ടയ്ക്ക മപ്പാസുള്ള അരപ്പ് റെഡി. ദോശയ്ക്കുള്ള മാവരച്ചു. അരി, കുറച്ച് റവ, കുറച്ച് തേങ്ങ, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കും. കുറച്ചുകൂടെ വെള്ളം ചേർക്കും. കപ്പളങ്ങ, കുമ്പളങ്ങ അരപ്പ് ചേർത്ത് ചൂടാക്കാൻ വെക്കണം. വെണ്ടയ്ക്ക മപ്പാസുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് വെണ്ടയ്ക്ക പിഴിഞ്ഞിടാം. മോരുകറി ഇളക്കാൻ വെച്ച് മോരുകറിക്ക് വേണ്ടി കുറച്ച് കടുകും ഉരുവും പൊട്ടിച്ച് വെളുത്തുള്ളി ഉള്ളിലേക്ക് ഇടുന്നു. അരച്ച് തളിച്ച് മോര് ഇനി ചൂടാകുമ്പോൾ തീ എടുക്കാം. മോരുകറി പതഞ്ഞ് തീ എടുത്തു. ഉള്ളി മുട്ട് കടുക് പൊട്ടിച്ച് മോരുകറിയിലേക്ക് കുമ്പളങ്ങയും കപ്പളങ്ങയും ചേർത്ത് മോരുകറി വേണ്ടി വെള്ളമൊക്കെ പൊടിച്ച് ഇതിലേക്ക് അരച്ച് വെണ്ടയ്ക്കകത്ത് അരപ്പ് ചേർക്കുന്നു. ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ചിടുക. കുറച്ചുകൂടി വെള്ളം ചേർക്കണം. കറിക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ തീയെടുത്താൽ വെണ്ടയ്ക്ക മസാലക്കറി മപ്പാസ്. കുറച്ച് പപ്പടം കഴിച്ചു വെച്ചു. ബീൻസ് കഴിപ്പിട്ടാൻ കടുക് ബീൻസ് ഇട്ട് നമ്മൾ മൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുന്നു. ദോശക്കുള്ള മാവ് ഗോതമ്പ് വറുത്ത് പിടിച്ച് ശർക്കരയൊക്കെ ഇട്ടിളക്കി തേങ്ങയുടെ ഇട്ടിളക്കി ഗോതമ്പ് അവതൂസ് പൊടി
ഗോതമ്പ് പൊടി